നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും നമ്മളെ ഈ ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒത്തിരി ഉപകാരമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബീട്രൂട്ട് തോരൻ വയ്ക്കുമ്പോഴത്തേക്ക് മൊത്തത്തിലങ്ങ് കുഴഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെറിയൊരു കമൻറ്റ് ഉണ്ടായിരുന്നേ. ഒരു തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ടും ഒരു സവോളയും അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തൊലി ചെത്തുന്നതിൻ്റെയും കഴുകുന്നതിൻ്റെയും വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അത് വേറൊന്നുമല്ല, ഒത്തിരി ലെങ്ത് അങ്ങ് കൂടി പോവുകയും ചെയ്യും. പിന്നെ ഒരുപാട് നമ്മളിങ്ങനെ കണ്ടിരിക്കുമ്പോൾ ബോറടിക്കുന്നെങ്കിലെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അതൊന്നും എടുക്കാതിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കൊത്തിപ്പൊടിച്ച് ഇതേ കണക്കൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് നമുക്ക് കമൻ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് വിരലിൽ ഒരു വിരലുറ എന്തെങ്കിലും ഇടണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഞാനങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു യഥം വരാത്തതിനെ കൊണ്ടാണ് കയ്യിൽ വെച്ചിട്ട് തന്നെ സാധാരണ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോഴും ഒരു സവോളയും ഒരു ബീട്രൂട്ടും ഞാനിവിടെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീട്രൂട്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം ഇത് നമ്മൾ തോരൻ വെച്ചെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് പാകത്തിന് തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു തോരൻ വെക്കുമ്പോഴത്തേക്ക് അതിൽ നമ്മളൊരു സവോള ചേർത്തിട്ടുണ്ടല്ലോ. ഒത്തിരി പേര് സവോള ചേർക്കാതെയൊക്കെ തോരൻ വെക്കണം ഞാനും കണ്ടിട്ടുണ്ട്. സവോള ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ കുഴഞ്ഞു പോകുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സവോള ചേർത്തെന്നും പറഞ്ഞ് ഒട്ടും കുഴഞ്ഞു പോകുക അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണേ, എങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കി എടുക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ. സാധാരണക്കാർക്ക് എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ഞാൻ ഇടുന്നത്. പിന്നെ കഴിഞ്ഞ ഒരു ദിവസം ഒരുപാട് പേര് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് കേട്ടോ നമ്മൾ നമ്പരൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി അറിയിക്കുവാണ്. പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്താൽ വീട്ടിന് കിട്ടത്തില്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വീട് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, കാരണം നമുക്ക് പെരേഡാണല്ലോ വേണ്ടിയത്. അപ്പോൾ പെരേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വീട് കിട്ടത്തുള്ളൂ. മണ്ണും വീടും പദ്ധതിക്കായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് വർഷം കൊണ്ട് കൊടുക്കുന്നതാണ്. ഇതുവരെ എനിക്ക് അനുവദിച്ച് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാടക വീട്ടിലോട്ട് താമസിക്കുന്നത്. കാരണം എൻ്റെ മോൻ്റെ 2 വയസ്സിലാണ് നമ്മൾ വാടക വീട്ടിലോട്ട് മാറുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ വാടക വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ഈ ഒരു കാര്യം ഞാനിപ്പോൾ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, 1-2 കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വീട് നല്ല വീടാണല്ലോ വാടക വീടാണെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉള്ള കാലം മൊത്തത്തിൽ നമുക്ക് വാടക വീട്ടിൽ താമസിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. കാരണം നമുക്കിപ്പോൾ ഒരു 3 സെൻറ്റ് മണ്ണോ അല്ലെങ്കിൽ 2 സെൻറ്റ് മണ്ണോ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാടം കിട്ടിയെങ്കിലും നമുക്കതിൽ താമസിക്കാം. ആരും ഇറങ്ങി പോകാൻ പറയുമോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ നമുക്കങ്ങനെ വാടക കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും പൈസ അങ്ങനെ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ വാടക കൊടുക്കാൻ നേരത്ത് നമുക്കിങ്ങനെ കിടന്ന് നെട്ടോട്ട് ഓടേണ്ട ഒരവസ്ഥ വരുമോ, അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചത്. പിന്നെ യൂട്യൂബ് ചാനൽ വഴി ഞങ്ങൾ പറഞ്ഞിട്ടല്ല കേട്ടോ നമ്മളെ ചാനലിൽ നമ്മളെ സഹായിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ഒരു നെഗറ്റീവായിട്ടോ അങ്ങനെ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. പലരും പല സാഹചര്യത്തിലായിരിക്കും കേട്ടോ വാടക വീടുകളിലൊക്കെ താമസിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലത്തെ ഒരു സാഹചര്യം ആയിരിക്കത്തില്ല. കാരണം പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആർക്കും ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. കാരണം ഉള്ളിലോട്ട് കയറുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരാളുമായിട്ട് നമ്മൾ സഹകരിച്ചാൽ അല്ലെങ്കിൽ ആ ഒരാളുമായിട്ട് നമ്മൾ ഇടപെട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ ഒരാളിൻ്റെ ജീവിതം എന്താണ് ഏത് രീതിയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഇതിൽ പറഞ്ഞത്. അല്ലാതെ തെറ്റായിട്ടോ വേറെ ഒരു രീതിയിലും അല്ല പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എല്ലാ ദിവസവും ഇനിയിപ്പോൾ എന്തായാലും കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ട് പോകും. കുറേ ദിവസത്തിന് ശേഷമാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് പറഞ്ഞതിൻ്റെ പേരിൽ ആ ഒരു വീഡിയോ ഇട്ടതൊക്കെ. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇട്ട് പോകും ഇനി ഒരിക്കലും, കാരണം ഇനി പിന്നോട്ട് പോകും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ്. മറ്റൊന്നും ചിന്തിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യരുത്. അപ്പോൾ തോരത്തിന് വേണ്ടിയിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നമ്മൾ കൈവെള്ളം കുടഞ്ഞിട്ടാണ് കേട്ടോ ഇതിൻ്റെ അരപ്പ് കൂട്ടാനെല്ലാം നമ്മളിതൊന്നും ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല. പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, അപ്പോൾ കറിവേപ്പിലും ചെറുതായിട്ട് ഇത്തിരി ഉപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കല്ലിൽ നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കല്ലിൽ പറ്റി പിടിച്ചിരിക്കുമ്പോൾ കൈവെള്ളം കുടഞ്ഞിട്ട് വേണം കേട്ടോ തോരത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ വേറെ വെള്ളം ചേർക്കോ അങ്ങനെ ഒന്നും ചെയ്യല്ലേ. അപ്പോൾ എല്ലാം അരച്ച് റെഡിയാക്കിയൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്യാസ് അടുപ്പിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, വിറകടുപ്പിൽ ഞാൻ ചോറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെക്കാൻ പറ്റത്തില്ല, ഒരടുപ്പല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ വെളിച്ചെണ്ണ നമ്മളിതിൽ ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ കണക്കാക്കിയിട്ട് ഇതിനകത്ത് ഒഴിച്ചാൽ മതി കേട്ടോ. ഒത്തിരി ഒരുപാട് വെളിച്ചെണ്ണ കൂടിയും പോകരുത് കുറഞ്ഞും പോകരുത്, അത് കണക്കാക്കിയിട്ട് വേണം ഒഴിക്കാനും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ഒന്ന് ചൂടായി വന്നിട്ട് ചട്ടി ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ ഈ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുമല്ലോ. അപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കടുക് വറുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചേരുവ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാവൂ.
നമ്മൾ നേരത്തെ കല്ലിലാണല്ലോ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ കൈവെള്ളം കുടഞ്ഞ് നമ്മൾ എടുത്തതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഈർപ്പവും പിന്നെ നമ്മൾ ഈ തേങ്ങാപ്പാലിൻ്റെ ഇതും മൊത്തത്തിലൊരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തന്നെ ഇതുപോലെ ഒരു ചെറിയൊരു സ്പൂൺ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ബീട്രൂട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയിലും ബീട്രൂട്ടിലും അത്യാവശ്യം വെള്ളത്തിൻ്റെ ഇത് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ വേവിച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് മനസ്സിലാക്കി എടുക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ നേരത്തെ നമ്മൾ അരച്ചെടുത്ത സമയത്ത് കുറച്ച് കറിവേപ്പിലയുടെ കൂടെ ഒത്തിരി ഉപ്പും കൂടെ വെച്ച് അരച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു ഉപ്പ് മാത്രം പോരാ, ഇപ്പോഴും കുറച്ച് ഉപ്പുനീരും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ബീട്രൂട്ട് സവോളയും അതിൻ്റെ ചേരുവയൊക്കെ ഒന്ന് കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇതേ കണക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുത്ത് അതിൻ്റെ ഉപ്പും ചേരുവയൊക്കെ മൊത്തത്തിലൊന്ന് പിടിച്ച് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മളിതിനെ ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ചൊന്ന് ആവിയിൽ വേണം ഇതിനെ വേവിച്ചെടുക്കാനായിട്ട്. ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ ഇന്നിപ്പോൾ ഈ ഒരു ബീട്രൂട്ട് തോരൻ വെക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി റെഡിയായി കിട്ടുവാണെന്നുണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ഇടണേ. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൽ വന്ന് കമൻറ്റ് ഇട്ടാലും മതി. അപ്പോഴും നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ. ഒത്തിരി പേര് നമ്മൾ ചെയ്തിട്ടുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി നല്ലതുപോലെ തന്നെ ശരിയായി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നേരത്തെ തന്നെ 2 തവണ നമ്മൾ അടച്ച് വെച്ച് ആവിയിലൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ ബീട്രൂട്ടിൻ്റെ സവോളയുടെയൊക്കെ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടുക്കി പിടിക്കും അങ്ങനെ ഒന്നുമില്ല. അടുക്കി പിടിക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടുക് വറുത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഒന്നും കൂടെ തട്ടിപ്പൊത്തി ആവിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് മാറിക്കിട്ടും. പിന്നെ ഇനിയിപ്പം നമ്മൾ തീയൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ ഇത്തിരി അത്യാവശ്യം നല്ല തീയിലാണ് കേട്ടോ ഇതിനൊന്ന് വേവിച്ചെടുത്തിരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൂടെ നിന്ന് വേവിച്ചെടുക്കുവാണെങ്കിൽ കറക്റ്റ് പാകത്തിന് തന്നെ ഇതിനൊന്ന് വേവിച്ചെടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ടുള്ളത്. നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോവേ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം. നമുക്കുള്ള ഈ ഒരു ചട്ടിയിൽ അടുക്കി പിടിക്കും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നല്ല തുറുതുറ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ ഈർപ്പോ കുഴഞ്ഞു പോവേ, വെളിച്ചെണ്ണയുടെ ഇതിൽ കുഴഞ്ഞു പോവോ, സവോള ഉള്ളിയുടെ ഇതിൽ കുഴഞ്ഞു പോവേ അങ്ങനെ ഒന്നുമില്ല. നല്ല കറക്റ്റ് ആ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം നമുക്ക് തീയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തത്. കാരണം നല്ല കറക്റ്റ് ആ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു സാധാരണക്കാർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോയൊക്കെയാണ് നമ്മളെ ഈ ഒരു ചാനലിൽ ഞാൻ ഇടുന്നത് കേട്ടോ. കാരണം നമ്മളെ വീട്ടിൽ എന്താണോ വെക്കുന്നത് അതേ രീതിക്ക് തന്നെയായിരിക്കും നമ്മളെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ എത്തിക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ആ ഒരു രീതിക്ക് പറഞ്ഞു തരുന്നതും പിന്നെ നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ കോരി ഈ ഒരു പ്ലേറ്റിലോട്ട് വെക്കുന്നത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ചട്ടിയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല, ചട്ടിയുടെ അടിക്ക് പിടിച്ചിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. നിങ്ങളെ കൂട്ടുകാരിലേക്കും മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ.